ഓക്കെ, നമ്മൾ ബയോസൈക്കോളജി പേജ് നമ്പർ 43 ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആൻഡ് ന്യൂറൽ ഡീജനറേഷൻ, ന്യൂറൽ റീജനറേഷൻ, ന്യൂറൽ റീഓർഗനൈസേഷൻ ആൻഡ് റിക്കവറി, ഇതൊക്കെയാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണെന്ന് നോക്കാം. പണ്ട് കാലത്തൊക്കെ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നത് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും വീണ്ടും അത് ഓക്കെ ആവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലായതോടെയാണ് മനസ്സിലായത് ദ ബ്രെയിൻ കീപ്സ് ചേഞ്ചിങ് ഇൻ ദ കോഴ്സ് ഓഫ് എ പേഴ്സൺസ് ലൈഫ് വിത്ത് ചേഞ്ചസ് ഇൻ സിനാപ്റ്റിക് ആക്ടിവിറ്റി, ജനറ്റിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ്. ഒരാളുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അത് ഒന്നുകിൽ അത് എന്ത് ചേഞ്ച് ആകാം, ന്യൂറോണൽ ആക്ടിവിറ്റിയിലുള്ള ചേഞ്ചസ് ആകാം, അല്ലെങ്കിൽ കുറച്ചും കൂടി കോംപ്ലക്സ് ചേഞ്ചസ് ആയിട്ടുള്ള ഈ കോർട്ടിക്കൽ മാപ്പിങ്ങിനോ ഒക്കെയുള്ള ചേഞ്ചസ് ഒക്കെ ആകാം. ഓക്കെ, അപ്പോൾ ഈ ത്രൂ ഔട്ട് ദി ലൈഫ് സ്പാൻ ഒരു ന്യൂറോൺസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി എന്താണ് കുറേയൊക്കെ ഡൈഔട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഓൾഡ് സെൽസ് പോയത് തീർച്ചയായിട്ടും അത് പോയതാണ്, ഒരിക്കലും റീപ്ലേസ് ചെയ്യില്ല എന്നൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ന്യൂറോജെനസിസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്, അതായത് ഗ്രോത്ത് ഓഫ് ന്യൂ ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ് ഈ ഒരു കാര്യത്തിന് കുറച്ചും കൂടി ഒരു ലൈറ്റ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മുടെ തലച്ചോറിന് നമുക്കറിയാം ഒരു കുറേ അധികം ന്യൂറോൺസും കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ ഈ കണക്ഷൻ, അതായത് ന്യൂറോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ കണക്ഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും ത്രൂ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പീരിയൻസസ് വഴിയായിട്ട്. അതായത് നമുക്കറിയാലോ ചില ആളുകൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവരും അതുപോലെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ബ്രെയിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം. അതേപോലെ തന്നെ കുറച്ച് അധികം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവർ കുറച്ച് ചിലപ്പോൾ ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ലൈഫ് എക്സ്പീരിയൻസസ് കുറച്ചുകൂടി ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവരിലൊക്കെ അവരുടെ ചിന്താഗതികൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ കാരണം എന്താണ്? ഈ ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ റീസ്ട്രക്ചർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഈ എബിലിറ്റിയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പൊതുവേ നമ്മൾ വിളിക്കുന്നത്. ഇതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂറൽ ഡീജനറേഷനാണ്. ന്യൂറൽ ഡീജനറേഷൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ന്യൂറൽ ഡീജനറേഷൻ എന്ന് വെച്ചാൽ ഡീജനറേഷനാണ്. ഒരു ജനറേഷൻ നശിച്ചു പോകുന്നു. അതായത് ഒരു ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് സമയത്ത് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലുമൊക്കെ ബാധിച്ച് ഈ ന്യൂറോൺസ് നശിച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ന്യൂറൽ ഡീജനറേഷൻ എന്ന് വിളിക്കുന്നത്. അത് ന്യൂറോൺസ് നശിക്കുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ അതിനടുത്തുള്ള ഗ്ലിയൽ സെൽസ് നശിച്ചു പോകാം. ഈ ഡീജനറേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറയും. അതായത് ഒരു ന്യൂറോണിൻ്റെ ആക്സോൺ കട്ട് ചെയ്തിട്ട് അത് 2 ടൈപ്സ് ഓഫ് ഡീജനറേഷൻ സംഭവിക്കാം, രണ്ടായിട്ട്. അതായത് ആൻഡ്രോഗ്രേഡ് ആൻഡ് റെട്രോഗ്രേഡ് ഡീജനറേഷൻ എന്ന് നമ്മൾ വിളിക്കും. അതായത് ഒരു ന്യൂറോണിൻ്റെ ആക്സോൺ, മെയിൻ ആ മെസ്സേജ് പോകുന്ന ഒരു നീളമുള്ള ചരട് പോലത്തെ ഭാഗമാണ് ആക്സോൺ. അത് തന്നെ കട്ട് ചെയ്ത് പോയിട്ടാണ് ന്യൂറോൺസ് നശിച്ചു പോകുന്നത്. അത് 2 തരത്തിലാണ് സംഭവിക്കുന്നത്, ആൻഡ്രോഗ്രേഡും റെട്രോഗ്രേഡും. ആൻഡ്രോഗ്രേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ന്യൂറോൺസിൻ്റെ ആക്സോണിൻ്റെ ആ ഡിസ്റ്റൽ എൻഡാണ് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? ആൻഡ്രോഗ്രേഡ് എന്ന് വിളിക്കും. റെട്രോഗ്രേഡ് എന്ന് വെച്ചാൽ ആക്സോണിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ കട്ടൗട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ റെട്രോഗ്രേഡ് ഡീജനറേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഡീജനറേഷൻ എന്ന് വെച്ചാൽ ന്യൂറോൺസ് നശിച്ചു പോകുന്ന അവസ്ഥയാണ്. ഈ ന്യൂറൽ റീജനറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? റീഗ്രോത്ത് ഓഫ് ഡാമേജ്ഡ് ന്യൂറോൺസ് ആണ്. ഈ ഡാമേജായ ന്യൂറോൺസ് റീഗ്രോ ചെയ്യുന്നത്. ഒരു അഡൾട്ടായ ഒരാളിൽ, ഒരു മാമൽസിൽ ഒരിക്കൽ നശിച്ചു പോയ ന്യൂറോൺസ് പിന്നീട് ഒരിക്കലും റിക്കവർ ആവുന്നില്ല. അത് CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺസ്. എന്നാൽ PNS ന്യൂറോൺസ് ആണെങ്കിൽ ദേ ട്രൈ ടു ഡു റീജനറേറ്റ്. പക്ഷേ നോർമൽ ഫങ്ഷൻസ് ഒന്നും പോസിബിൾ ആകില്ല. പക്ഷേ ദേ ട്രൈ ടു ഡു റീജനറേറ്റ് ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്യും. ഓക്കെ, അടുത്ത ന്യൂറൽ. പിന്നെ അതിൽ പറയാനുള്ള പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ പലതരത്തിലാണ് ഈ റിക്കവറി പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പം ആ നശിച്ചു പോയ ന്യൂറോണിൽ മൈലിൻ ഷീത്ത് അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ആക്സോൺസ് റീജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ നെർവ് കട്ട് ചെയ്ത് പോയത് മൈലിൻ ഷീത്തോട് കൂടി തന്നെയാണെങ്കിൽ അവിടെ റീജനറേഷൻ ഒന്നും പിന്നീട് പോസിബിൾ അല്ല.
ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ദ PNS ന്യൂറോൺസ് ഹാവ് ദി ഇൻഹറൻറ്റ് കേപ്പബിലിറ്റി ടു റീജനറേറ്റ്. എന്നാൽ CNS ന്യൂറോൺസിന് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം ഈ PNSലെ എൻവയോൺമെൻറ്റ് ആണ് റീജനറേഷന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത്. സോ CNS ന്യൂറോൺസ് ഒരിക്കലും റീജനറേറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പറയുന്നത് ന്യൂറൽ റീഓർഗനൈസേഷൻ ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ ലബോറട്ടറി അനിമൽസിൽ നടത്തിയ പഠനം, അതായത് എന്തെങ്കിലും ഒരു ബ്രെയിൻ ഡാമേജ് വന്നിട്ട് അതിനുശേഷം അവർ നടത്തിയ പഠനം കാരണം ഇവർക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ കൂടുതലായിട്ടും അവർ ഫോക്കസ് ചെയ്തത് ആ പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ അനിമലിൻ്റെ സെൻസറി ആൻഡ് മോട്ടർ കോർട്ടക്സ് ഏരിയാസ് ഓഫ് ദി ബ്രെയിനെ കുറിച്ചാണ് കൂടുതലുമായിട്ട് അവർ പഠിച്ചത്. അപ്പോൾ ആ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാസ് ആൻഡ് കൊളീഗ്സ്, അതുപോലെ പോൺസ് ആൻഡ് കൊളീഗ്സ് എന്നൊക്കെ പറയുന്നവർക്ക് കുറച്ച് ഐഡിയാസ് കിട്ടി. എന്തൊക്കെയാണ്? adult brain can reorganize its primary motor and sensory function after gaining sufficient experience. അതായത് ഒരിക്കലും എന്തെങ്കിലും ഡാമേജ് വന്നാലും നമ്മളുടെ മനുഷ്യൻ്റെ തലച്ചോറിന് അല്ലെങ്കിൽ മമേലിയൻ ബ്രെയിനിന് എന്ത് കപ്പാസിറ്റി ഉണ്ട്? റീഓർഗനൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. നെക്സ്റ്റ് റിക്കവറിയാണ്. റിക്കവറി എന്ന് വെച്ചാൽ എന്താണ്? ബ്രെയിൻ ഡാമേജ് വന്നതിന് ശേഷം അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നതിന് ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ റിക്കവറി എന്ന് പറയുന്നത്. ഈ ബ്രെയിൻ ഡാമേജ് വന്ന ആളുകളിലെ കൊഗ്നിറ്റീവ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ അധികം അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷേ ഒരു എവിഡൻസ് നമുക്ക് പറയുന്നത് എഡ്യൂക്കേഷനും ഇൻ്റലിജൻസും തമ്മിലൊരു ബന്ധമുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ്, അതായത് എഡ്യൂക്കേഷനും ഇൻ്റലിജൻസും ചേർന്നിട്ടാണ് കൊഗ്നിറ്റീവ് റിസോഴ്സസ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മളെ കൊഗ്നിറ്റീവ് റിസർവ് എന്ന് പറയും. അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഈ കൊഗ്നിറ്റീവും ഫിസിക്കൽ എക്സർസൈസും ആ പേഷ്യൻറ്റിനെ നെർവ് സിസ്റ്റം ഡാമേജിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം കൊഗ്നിറ്റീവ് റിസർവ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് പീപ്പിളിന് എന്താണ്? ലെസ് വൾണറബിൾ ആണ്. അതായത് അവർക്ക് അത്ര എഫക്റ്റഡ് ആവില്ല, അവർ കുറച്ചും കൂടിയും പെട്ടെന്ന് തന്നെ അതിൽ നിന്നൊക്കെ റിക്കവർ ആകും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കിൽ നിന്നാണ് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഈ ന്യൂറോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന വലിയൊരു മേഖലയ്ക്ക് തുടക്കം കുറിച്ചത്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡാമേജിനൊക്കെ കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റും അവർക്ക് റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് കൊടുക്കാനൊക്കെ ഫസ്റ്റ് ഒരു ഐഡിയ അവർക്ക് വന്നത് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഈ ഹെഡിങ്ങിൻ്റെ ആ ഒരു കാര്യത്തിൽ നിന്നാണ്. ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ദ നെർവസ് സിസ്റ്റം ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പെടുന്നത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ്, തലച്ചോറും സ്പൈനൽ കോഡും. അപ്പോൾ നമുക്കറിയാം തലച്ചോറ് കാണുന്നത് സ്കള്ളിനകത്താണ്, ഒക്കെ നമുക്കറിയാം അല്ലേ, നമ്മുടെ തലച്ചോറിൻ്റെ അകത്താണ്.